ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐൽസിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം ഏതാണെന്നുള്ള കാര്യമാണ്. ഐൽസിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാണ് പുതിയ സ്റ്റുഡൻസ് പറയുന്നത്. ഒന്ന് റൈറ്റിങ്ങും ഒന്ന് റീഡിങ്ങും. റൈറ്റിംഗ് ഇപ്പോൾ എനിക്ക് അത്ര വലിയ ടഫായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന സ്ട്രാറ്റജിയും സ്ട്രക്ചറും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിങ്ങിന് നല്ല റിസൾട്ട് ഉണ്ട്. റൈറ്റിങ്ങിന് ഇപ്പോൾ ഈ വർഷം തന്നെ 2023 വർഷത്തിൽ മാത്രം നമുക്ക് വന്നിട്ട് റൈറ്റിങ്ങിന് ഒരുപാട് 7 കിട്ടിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ റീഡിങ്ങിന് കുറേ കുട്ടികൾക്ക് ഡ്രോപ്പ് ആയി എന്നുള്ള കാര്യം വിഷമവും കാര്യങ്ങളും പറഞ്ഞു. എന്തുകൊണ്ടാണ് റീഡിങ്ങിന് ഡ്രോപ്പ് ആവണം എന്നുള്ള കാര്യം, എങ്ങനെ റീഡിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും വെച്ചിട്ടുള്ള കുറച്ചൊരു വീഡിയോ സീരീസ് ആണ് നമ്മൾ പറയുന്നത് ഹൗ ടു ഇംപ്രൂവ് യുവർ റീഡിങ്. റീഡിങ് പലപ്പോഴും വില്ലനാവേണ്ട മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടോ ജോലിക്കും പോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ പുസ്തകം അതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അങ്ങനെ വന്നിട്ട് ഒരു ദിവസം റീഡിങ്ങിൻ്റെ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്. കാര്യം വായിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും ഇനി അതെല്ലാം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലായി കഴിഞ്ഞാലും പോസ്റ്റുകളോ റീൽസോ ഇനി ഈവൻ നമുക്ക് ഗൂഗിളിലായി കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷേ അതൊരു അക്കാഡമിക് റീഡിംഗ് അല്ല വായിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പലപ്പോഴും വായിക്കാണ്ടിരിക്കുന്നതാണ് റീഡിംഗ് ഇല്ലെന്നാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. റെഗുലറായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് റീഡിങ്ങിന് ഒരു സ്കോർ 7.5, 8ഉം 9ഉം കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പുസ്തകമായിട്ട് നല്ലൊരു ബന്ധം, അത് ഇംഗ്ലീഷ് പുസ്തകങ്ങളായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്ങിന് നല്ല മാർക്ക് കിട്ടുന്നത്. പലപ്പോഴും ഈ ബന്ധം നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാണ്ടിരിക്കുന്നതാണ് റീഡിങ്ങിന് മാർക്ക് കുറയാൻ കാരണം. അതായത് പുസ്തകം നമുക്ക് അക്കാഡമിക് ബുക്കുകൾ നമ്മൾ പലപ്പോഴും മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. ഇതുകൊണ്ടാണ് റീഡിംഗ് പലപ്പോഴും വില്ലനാവുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സമയം പോകുന്നത് നമ്മുടെ കണ്ണിൽ ഇത് ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതാണ് റീഡിങ്ങിൽ മാർക്ക് കുറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും റീഡിങ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു ടൈമറോ ക്ലോക്കോ ഇല്ലാണ്ട് നമ്മൾ ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു ക്ലോക്കിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ടൈമറോ ഇല്ലാതെ നിങ്ങൾ റീഡിങ് ചെയ്യരുത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ടൈമറിലേക്ക് നോക്കണം, 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ടൈമറിലേക്ക് നോക്കണം, 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ടൈമറിലേക്ക് നോക്കണം, 40 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മൾ ടൈമറിലേക്ക് നോക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ടൈമറുടെ ഫ്രണ്ടിൽ ഇല്ലാതെ നമ്മൾ റീഡിങ് ചെയ്യരുത്. റീഡിങ്ങിൽ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ടൈമും വേണം, ഒരു മെന്റൽ ടൈമറും വേണം. നമ്മൾ ഈ ഫിസിക്കൽ ടൈമറിൽ ഓടുന്ന സമയം നമ്മുടെ മെന്റൽ ടൈമറിൽ ഓടുന്ന സമയവും എപ്പോഴും കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമറിലേക്ക് എപ്പോഴും നോക്കാൻ പറയുന്നത്. അപ്പോൾ ടൈമറിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ 9 മണിക്ക് എനിക്ക് അടുത്ത പാസേജിലേക്ക് കിടക്കണം എന്നുള്ള ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 9:05 ആയിട്ടുണ്ടാവും എൻ്റെ ശരിക്കും ഫിസിക്കൽ ടൈമറിൽ. അപ്പോൾ അത് നോക്കിയിട്ട് അത് കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മളുടെ മെന്റൽ ടൈമറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ടൈമറിലേക്ക് നോക്കാൻ പറഞ്ഞത്. ടൈം മാനേജ്മെന്റ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഒരു എക്സാം ഹോളിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാലും ടൈമറിലേക്ക് ഒരു 10 തവണ നോക്കുക, ടൈമറിലേക്ക് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നോക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ വായിക്കാൻ പഠിക്കും. വളരെ സ്പീഡിൽ നിങ്ങൾ വായിക്കാൻ പഠിക്കണം. സ്പീഡിൽ വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ വായിക്കാനും കഴിവുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് സ്പീഡിൽ വായിക്കാൻ അറിയില്ല. അപ്പം നിങ്ങൾ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്ന പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിനെ പഠിച്ച് അതൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. വളരെ സ്പീഡിൽ വായിക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട് വായിക്കുമ്പോഴാണ് നമ്മുടെ സമയം പോകുന്നത്. അപ്പോൾ വേഗം വായിച്ച് പഠിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല ബ്രില്യൻ്റ് ആയിട്ട് വായിക്കാനോ അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാരാണ്, പക്ഷെ അവർക്ക് നല്ല മാർക്കിലേക്ക് എത്താത്തതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം സ്പീഡിൽ വായിക്കാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ വായിക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IELTSന് നല്ലൊരു സ്കോർ കിട്ടാനും റീഡിങ്ങിന് നല്ല മാർക്ക് കിട്ടാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേംബ്രിഡ്ജ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുമായിട്ട് പറയുന്ന ഏറ്റവും നല്ല മാർഗം പെട്ടെന്ന് 15 മിനിറ്റ് കൊണ്ട് ഒരു പാസേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ്. നോർമലി നമ്മൾ പറയുന്നത് 1 മണിക്കൂറാണ് പാസേജ് വരുന്നത്. 20 മിനിറ്റ് ഫസ്റ്റ് പാസേജിന്, രണ്ടാമത്തെ പാസേജിന് 20 മിനിറ്റ്, മൂന്നാമത്തെ പാസേജിന് 20 മിനിറ്റ്. അങ്ങനെ 20 മിനിറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ഒരു പാസേജ് തീരുന്ന ഒരു രീതിയാണ്. ആ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പലപ്പോഴും സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്താണെന്നുള്ള കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ, നമ്മൾ റീഡിംഗ് ടെസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അതിൽ 3 പാസേജാവും വരിക. 3 പാസേജിൽ നമുക്ക് ആദ്യത്തെ പാസേജ് എടുത്തിട്ട് നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എൻറ്റയർ പാസേജ് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് 3 to 4 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വേഗമായിട്ടുള്ള കീവേഡ്സ് എല്ലാം കിടുകിടുകിടുകിടുകിട് എന്ന് വായിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് വന്ന് ബാക്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ബാക്കിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലെ കീവേഡുകളെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഓടിച്ചു പോയി വായിച്ചിരിക്കുന്ന പാസേജിൽ ഏത് പാരഗ്രാഫിലാണെന്നുള്ള ഭാഗം വന്നിട്ട് ആ ലൈനിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ ലൈനിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതായത് കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസിനാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസിൽ കണ്ടുപിടിക്കാനാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൂടുതൽ സമയം കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ആൻസറിനെ എഴുതി പോകുന്ന ഈ ഒരു രീതിയാണ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യാറില്ല. നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒന്നിലേക്ക് പാസേജ് മൊത്തം വായിക്കും, അപ്പോൾ കൂടുതൽ സമയം എടുക്കും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ വായിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും ഇതൊരു നല്ലൊരു രീതിയല്ല. ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ആണ്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും നല്ല മാർഗം നല്ലൊരു 8 ബാൻഡ് കിട്ടാൻ വേണ്ടി. റീഡിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടിൽ തരേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാനും പെട്ടെന്ന് പഠിക്കാനും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ഓൺലൈൻ ട്രെയിനിങ് ഓഫ്ലൈൻ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് കുട്ടികൾ വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി വെരി മച്ച്.